നമസ്കാരം. തൃശൂർ വിഷൻ വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തളിക്കുളത്ത് വീട്ടുമുറ്റത്ത് അതിക്രമിച്ച് കയറി സ്ഫോടക വസ്തുക്കൾ പൊട്ടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച കേസിൽ 2 പേരെ തൃശൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കുന്നംകുളം അക്കിക്കാവിൽ നിയന്ത്രണം വിട്ട KSRTC ലോ ഫ്ലോർ ബസ് സ്വകാര്യ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ ഡ്രൈവർ മരിച്ചു. തൃപ്രയാറിൽ കാർ തടഞ്ഞു നിർത്തി 16.25 ലക്ഷവും ഐഫോണും കവർന്ന കേസിൽ 3 പ്രതികൾ കൂടി അറസ്റ്റ്. വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ ഞാറ്റുവേല ചന്ത 2026 ജൂലൈ 2 ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. വാർത്തകൾ വിശദമായി. തളിക്കുളത്ത് വീട്ടുമുറ്റത്ത് അതിക്രമിച്ച് കയറി സ്ഫോടക വസ്തുക്കൾ പൊട്ടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച കേസിൽ 2 പേരെ തൃശൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തളിക്കുളം നമ്പിക്കടവ് സ്വദേശി 47 വയസ്സുള്ള പൂരാടൻ വീട്ടിൽ ബഗീഷ്, തമ്പാങ്കടവ് സ്വദേശി തനിപ്പാറ വീട്ടിൽ 43 വയസ്സുള്ള ശ്രീജിത്ത് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി പ്രമോദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തത്. മെയ് 6 രാത്രി 7:30 സംഭവം. തളിക്കുളം നമ്പിക്കടവ് ബീച്ച് സ്വദേശിയായ യുവതിയുടെ വീട്ടുമുറ്റത്തേക്ക് അതിക്രമിച്ച് കയറിയ പ്രതികൾ ഗുണ്ടുകളും പടക്കങ്ങളും പൊട്ടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. ഇത് തടയാൻ ശ്രമിച്ച യുവതിയെയും ഭർത്താവിനെയും പ്രതികൾ അസഭ്യം പറയുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തു. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിനാണ് പ്രതികൾ അറസ്റ്റിലായത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കുന്നംകുളം അക്കിക്കാവിൽ നിയന്ത്രണം വിട്ട KSRTC ലോ ഫ്ലോർ ബസ് സ്വകാര്യ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ ഡ്രൈവർ മരിച്ചു. എറണാകുളം പള്ളുരുത്തി സ്വദേശി 49 വയസ്സുള്ള ജോർജ് പി ജോസഫാണ് മരിച്ചത്. അപകടത്തിൽ 7 പേർക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രി 10:50 അപകടം. കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പോകുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം നഷ്ടമായതിനെ തുടർന്ന് കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. 1 മണിക്കൂറിലേറെ സമയമെടുത്താണ് ബസ്സിനുള്ളിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തിയത്. കുന്നംകുളത്ത് നിന്നുള്ള അഗ്നിരക്ഷാ സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. തൃപ്രയാറിൽ കാർ തടഞ്ഞു നിർത്തി 16.25 ലക്ഷവും ഐഫോണും കവർന്ന കേസിൽ 3 പ്രതികൾ കൂടി അറസ്റ്റ് ചെയ്തു. കാർ തടഞ്ഞു നിർത്തി യാത്രക്കാരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് 16.25 ലക്ഷം രൂപയും ഐഫോണും കവർന്ന കേസിൽ 3 പ്രതികളെ കൂടി പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. കുറ്റകൃത്യങ്ങളിൽ നേരിട്ട് പങ്കെടുത്ത 2 പ്രതികളെയും ഇവർക്ക് കോയമ്പത്തൂരിൽ ഒളിവിൽ കഴിയാൻ സഹായം നൽകിയ തൃശൂർ പുതുരുത്തി സ്വദേശിയായ ചിരിയങ്കണ്ടത്തെ വീട്ടിൽ ബെവിൻ എന്നയാളെയുമാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിലെ മുഖ്യ സൂത്രധാരനായ കട്ടിംഗ് നബിൽ എന്നറിയപ്പെടുന്ന മലപ്പുറം അരീക്കോട് മുതുവല്ലൂർ സ്വദേശി ചത്തകുണ്ടുങ്ങൽ വീട്ടിൽ നബിൽ എന്നയാൾ ഉൾപ്പെടെ കേസിൽ ആകെ 7 പേർ അറസ്റ്റിലായി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീം, IPS ഇരിഞ്ഞാലക്കുട ഡിവൈഎസ്പി PM സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പ്രതികളെ പിടികൂടിയത്. വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ ഞാറ്റുവേല ചന്ത 2026 ജൂലൈ 2 ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്തും സംസ്ഥാന കൃഷി വകുപ്പും സഹകരണ സംഘങ്ങളും വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും സംയുക്തമായാണ് ജൂലൈ 2 മുതൽ 5 വരെ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചിരിക്കുന്നത്. വലപ്പാട് ചന്തപ്പടി മൈതാനിൽ നടക്കുന്ന ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം 2-ാം തീയതി വൈകിട്ട് 5 മണിക്ക് നാട്ടിക നിയോജക മണ്ഡലം MLA ഗീതാ ഗോപി നിർവഹിക്കും. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ അധ്യക്ഷത വഹിക്കും. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ ലക്ഷ്മി K മോഹൻ പദ്ധതി വിശദീകരണം നടത്തും. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നൌഷാദ്, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗേളി ഷാജി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അമൽ ടി പ്രേമൻ, തളിക്കുളം ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില സലീം തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുക്കും. കർഷക സഭ, കാർഷികേതര സ്റ്റാളുകൾ, സെമിനാറുകൾ, കുടുംബശ്രീ സ്റ്റാളുകൾ, ഗാനമേള, കാർഷിക മത്സരങ്ങൾ, കർഷക ക്ലിനിക്, കർഷക സംരംഭകരുടെ സംഗമം, തീരമൈത്രി ഭക്ഷ്യമേള, കലാപരിപാടികൾ എന്നിവയും ഞാറ്റുവേല ചന്തയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 40ഓളം സ്റ്റാളുകളാണ് ചന്തയുടെ ഭാഗമാവുക. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി 7-ാം തീയതി വൈകിട്ട് 7 മണിക്ക് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വൈവിധ്യമാർന്ന സ്റ്റാളുകളിലൂടെ ഒരുക്കുന്ന കാർഷികേതര പ്രദർശനങ്ങളും പരിപാടികളും ഒരനുഭവമാക്കുന്നതിന്
മുഴുവൻ ജനങ്ങളെയും ഞാറ്റുവേല ചന്ത കർഷക സഭ 2026 സ്വാഗതം ചെയ്യുകയാണെന്നും തൃപ്പയാറിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ഷജിത്, വൈസ് പ്രസിഡന്റ് ഗേളി ഷാജി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുമേഷ് പാനാട്ടിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലക്ഷ്മി ഷിജോ, കൃഷി ഓഫീസർ ലക്ഷ്മി K മോഹൻ തുടങ്ങിയവർ അറിയിച്ചു. പെരിങ്ങോട്ടുകര കൾച്ചർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഡോക്ടർമാരെ ദേശീയ ഡോക്ടേഴ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി താന്യം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എത്തി അനുമോദിച്ചു. പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി പ്രമോദ് കണിമംഗലത്ത് അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് ആന്റോ തൊറൈൻ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ദീപ, ഡോക്ടർ മനു, ഡോക്ടർ നസീറ എന്നിവരെ ഷാൾ അണിയിച്ച് ഡോക്ടേഴ്സ് ദിനാചരണ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ഭാരവാഹികളായ പോൾ പുലിക്കോട്ടിൽ, ഷീജ ജോഷി, സാജൻ കുറ്റിക്കാട്ട് പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു. ലയൺസ് വർഷാരംഭത്തോടനുബന്ധിച്ച് 20ാം റീജിയൻ സേവന പദ്ധതികളുടെ ഭാഗമായി MA മെഡിക്കൽ കെയറും സൈമൺ കണ്ണാശുപത്രിയുമായി സഹകരിച്ച് മണലൂർ സെന്റ് ജോർജ് കെയർ ഹോമിൽ വെച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. GST കോർഡിനേറ്റർ ലയൺസ് സുരേഷ് കരുൺ ഉദ്ഘാടനം ചെയ്തു. റീജിയൻ ചെയർമാൻ പീതാംബരൻ രാരംഭത്ത് അധ്യക്ഷത വഹിച്ചു. നേത്ര പരിശോധന, ഭക്ഷ്യക്കിറ്റ് വിതരണം, രോഗീധന സഹായ വിതരണം, വൃക്ഷത്തൈ വിതരണം എന്നിവയും നടന്നു. മെഡിക്കൽ ക്യാമ്പിൽ സൗജന്യ തൈറോയ്ഡ്, പ്രമേഹ പരിശോധനകളും നടത്തി. പഞ്ചായത്ത് അംഗം KV ഡേവിസ്, ക്യാബിനറ്റ് സെക്രട്ടറി ലയൺ ബാലകൃഷ്ണൻ, സോൺ ചെയർമാൻമാരായ രാജൻ ജോസ്, ഹരിലാൽ അപ്പുക്കുട്ടൻ, ക്ലബ് പ്രസിഡന്റ് KR വാസൻ, ക്ലബ് അംഗം പ്രഭാരാജൻ എന്നിവർ പ്രസംഗിച്ചു. കാഞ്ഞാണിയിലെ 2 ലയൺസ് ക്ലബിനു പുറമെ വാടാനപ്പള്ളി, വെങ്കിടങ്ങ്, ഏങ്ങണ്ടിയൂർ, തളിക്കുളം, നാട്ടിക, പെരിങ്ങോട്ടുകര ലയൺസ് ക്ലബ്ബുകൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഓപ്പറേഷൻ കാപ്പ വേട്ട തുടരുന്നു. കാപ്പ ഉത്തരവ് ലംഘിച്ചതിന് കുപ്രസിദ്ധ ഗുണ്ട നിയാസിനെ ജയിലിലാക്കി. കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ട കരുവന്നൂർ നെടുമ്പുരക്കൽ വീട്ടിൽ 31 വയസ്സുള്ള നിയാസ് എന്നയാളെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീം IPS നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. 6 മാസത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് സഞ്ചലന നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെ ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിച്ചതിനെ തുടർന്നാണ് നിയാസിനെ ഇരിഞ്ഞാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. നിയാസ് ഇരിഞ്ഞാലക്കുട, ചേർപ്പ്, കയ്പമംഗലം പോലീസ് സ്റ്റേഷനുകളിൽ 4 വധശ്രമ കേസിലും മയക്കുമരുന്ന് ഉപയോഗിച്ച 2 കേസും അടക്കം 12 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to Calicut University, approved by Government of Kerala, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120 048724022020. വാർത്താ നേരം തുടരുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കയ്പമംഗലം യൂണിറ്റ് കൺവെൻഷനും പുതിയ അംഗങ്ങൾക്ക് സ്വീകരണവും നൽകി. KSSP ജില്ലാ ജോയിന്റ് സെക്രട്ടറി MT വർഗീസ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് VK അശോകൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് R വിശ്വനാഥൻ മുഖ്യാതിഥിയായിരുന്നു. സെക്രട്ടറി KU സുബ്രഹ്മണ്യൻ അംഗത്വ വിതരണം നടത്തി. ട്രഷറർ MS രാധാകൃഷ്ണൻ, സാംസ്കാരിക വേദി കൺവീനർ KB ബീന, ബ്ലോക്ക് കമ്മിറ്റി അംഗം KR കൈരളി, യൂണിറ്റ് സെക്രട്ടറി MD സന്തോഷ്, ട്രഷറർ AV അൽഫോൺസ് തുടങ്ങിയവർ സംസാരിച്ചു. അപ്പൊ പെൻഷൻ കിട്ടുന്നത് നമുക്ക് പറയാൻ തന്നെ ചിലർക്ക് മടിയത്രം വേണോ വേണം. നമ്മുടെ ഇപ്പൊ ജീവിതം ഹോമിച്ച കാര്യമൊന്നും ഇപ്പൊ ആരും പറയുന്നില്ല. നമുക്കിത് 100% അർഹതയെന്ന് നമുക്ക് തോന്നണ്ടേ? എന്നാലല്ലേ നമുക്ക് മറ്റുള്ളവരോട് കൂടി ഇത് പങ്കുവയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ പെൻഷന്റെ കാര്യത്തില് നമ്മള് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി പെൻഷൻ സംഘടനയില് പെൻഷൻ സംഘടനയിൽ അപ്പൊ നിങ്ങള് എല്ലാവരും സജീവമായിട്ട് പങ്കെടുക്കണം. KSRTC ബസ്സുകളിലെ വനിതകളുടെ സൗജന്യയാത്രയും ഇന്ധന വില വർധനവും കാരണം സ്വകാര്യ ബസ് സർവീസ് മേഖല കടുത്ത പ്രതിസന്ധിയിൽ. തൃശൂർ ജില്ലയിൽ 80ഓളം സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചു. ചില റൂട്ടുകളിലെ രാവിലെയും വൈകിട്ടുമായി സർവീസുകൾ ചുരുക്കി.
കടുത്ത സാമ്പത്തിക പ്രതിസന്ധി പിടിച്ചു നിൽക്കാനുള്ള അവസാന ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത്തരം നടപടികളെന്ന് ബസ് ഉടമകളും തൊഴിലാളികളും പറയുന്നു. ബസ് ഉടമകൾ സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടക്കേണ്ടി വരുമെന്ന് ബസ് ഉടമകൾ പറയുന്നു. ബസ് സർവീസ് നിർത്തിവെച്ചതോടെ തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും വലിയ പ്രതിസന്ധിയിലാണ്. മോട്ടോർ വാഹന മേഖലയിലെ എല്ലാ സംഘടനകളും ആയിച്ചേർന്ന് പ്രക്ഷോഭങ്ങൾ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ബസ് ഉടമകൾ. തെരുവുനായ ശല്യത്തെ തുടർന്ന് 2 ദിവസങ്ങളെ അവധി പ്രഖ്യാപിച്ചിരുന്ന ചുണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിൽ പഠനം പുനരാരംഭിച്ചു. സ്കൂൾ കോമ്പൗണ്ടിലുണ്ടായിരുന്ന തെരുവുനായ്ക്കളെ പിടികൂടുന്നതിനായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ നടപടികൾക്ക് പിന്നാലെയാണ് സ്കൂളിന്റെ പ്രവർത്തനം സാധാരണ നിലയിലാക്കിയത്. 8ഓളം തെരുവുനായ്ക്കളെ പിടികൂടി. സ്കൂൾ പരിസരത്ത് തെരുവുനായ്ക്കൾ പ്രസവിച്ചതും വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമണ ഭീഷണി ഉയർന്നതുമാണ് രക്ഷിതാക്കളിൽ ആശങ്ക ഉയർത്തിയിരുന്നത്. കഴിഞ്ഞ ദിവസം ചെറുതുരുത്തി ഇരട്ടക്കുളം റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവിന്റെ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. ആഗ്ര സ്വദേശി രൂപേന്ദ്ര സിംഗ് ആണ് മരിച്ചത്. സെൻട്രൽ GST കസ്റ്റംസ് ഉദ്യോഗസ്ഥനാണ്. ചെറുതുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ചതിനെ തുടർന്ന് അവയവങ്ങൾ ദാനം ചെയ്ത വടക്കാഞ്ചേരി സ്വദേശിനി നവോമിക്ക് ജന്മനാടിന്റെ വിട. സംസ്കാരം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ വടക്കാഞ്ചേരി ഫെറോന പള്ളി സെമിത്തേരിയിൽ നടന്നു. അമ്മയ്ക്കും സഹോദരനും ഒപ്പം പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ കഴിഞ്ഞ 24-ന് വാളകത്ത് വെച്ചായിരുന്നു അപകടം സംഭവിച്ചത്. അപകടത്തിൽ നവോമിയുടെ അമ്മ ജിൽസിക്കും സഹോദരനും ജോയിലിനും പരിക്കേറ്റിട്ടുണ്ട്. ഒമാനിൽ ഫ്ളാറ്റിന് മുകളിൽ നിന്ന് വീണ് വരവൂർ സ്വദേശിനിയായ 4 വയസ്സുകാരി മരിച്ചു. തളിപ്പിലക്കാട് ശങ്കരത്ത് പ്രദീപ് ദിവ്യ ദമ്പതികളുടെ മകൾ ദക്ഷ പ്രദീപാണ് മരിച്ചത്. ഇവൾ താമസിച്ചിരുന്ന ഫ്ളാറ്റിന്റെ 3-ാം നിലയിൽ കളിക്കുന്നതിനിടയിൽ താഴെ വീഴുകയായിരുന്നു. പിതാവ് ജോലി ചെയ്യുന്ന ഒമാനിൽ സന്ദർശക വിസയിൽ അമ്മയോടൊപ്പം 2 ആഴ്ച മുമ്പാണ് ദക്ഷ എത്തിയത്. വരവൂർ LP സ്കൂളിലെ LKG വിദ്യാർത്ഥിനിയാണ് ദക്ഷ. ഒരു ഇടവേളയ്ക്ക് ശേഷം ഭാരതപ്പുഴയിൽ നിന്ന് മണൽക്കടത്ത് വ്യാപകമാകുന്നു. ദേശമംഗലം ചങ്ങളാംകുന്ന് കടവിൽ നിന്നും അനധികൃതമായി കടത്താൻ ശ്രമിച്ച പുഴമണലും ടിപ്പർ ലോറിയും ചെറുതുരുത്തി പോലീസ് പിടികൂടി. കഴിഞ്ഞ ദിവസം രാത്രി ചെറുതുരുത്തി പോലീസിന് നേതൃത്വം നടത്തിയ മിന്നൽ പരിശോധനയാണ് വറവത്തൂർ സെന്ററിന് സമീപത്ത് നിന്ന് പുഴമണലും ടിപ്പർ ലോറിയും പിടിച്ചെടുത്തത്. പോലീസിനെ കണ്ടതോടെ ഡ്രൈവറും സഹായിയും പുഴയിലേക്ക് ഇറങ്ങി ഓടി. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് SI ആന്റണി റോംസൺ അരൂച്ച പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തളിക്കുളത്ത് വീട്ടുമുറ്റത്ത് അതിക്രമിച്ച് കയറി സ്ഫോടക വസ്തുക്കൾ പൊട്ടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച കേസിൽ 2 പേരെ തൃശൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കുന്നംകുളം അക്കിക്കാവിൽ നിയന്ത്രണം വിട്ട KSRTC ലോ ഫ്ലോർ ബസ് സ്വകാര്യ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ ഡ്രൈവർ മരിച്ചു. തൃപ്രയാറിൽ കാർ തടഞ്ഞു നിർത്തി 16.25 ലക്ഷവും ഐഫോണും കവർന്ന കേസിൽ 3 പ്രതികൾ കൂടി അറസ്റ്റ്. വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ ഞാറ്റുവേല ചന്ത 2026 ജൂലൈ 2-ന് ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.